നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യത്തില് എനിക്കിപ്പോൾ ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചാണ് സാർ. സാറിപ്പം എന്നെ കളിയാക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സാറിന് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല സാർ. കുറച്ച് ദിവസം മുമ്പ് വരെ സാർ വർഷങ്ങളോളം ഞാൻ കോമ സ്റ്റേജിലായിരുന്നു സാർ. സാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല സാർ. സാർ സാറിന് വേണമെങ്കിൽ ഞാൻ എൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ നമ്പർ വേണമെങ്കിൽ തരാം. സാറൊന്ന് വിളിച്ചു നോക്കിയോ? നിനക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ നിനക്ക് നിന്റെ കുടുംബം ഓർമ്മയില്ലേ? അച്ഛനെ അമ്മയെ ഓർമ്മയില്ലേ? ജനിച്ച നാട് ഓർമ്മയില്ലേ? ഇല്ല സാർ. ഞാനിപ്പോ ഹോസ്പിറ്റൽ ഓണർ നാരായണമൂർത്തിയുടെ കാരുണ്യത്തിന്റെ പേരിൽ അവിടെ കഴിയാണ് സാർ. എന്റെ അമ്മയച്ഛനെ ആരും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സാർ. സാർ സാറിനറിയോ എൻ്റെ നാട് എവിടെയാണെന്ന്? എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും സാറിനറിയോ? സാർ ഒന്നുകിൽ ഇവൻ പറയുന്ന സത്യം, അല്ലെങ്കിൽ ഇവൻ ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താനിരിക്കാം. താങ്ക് യു സാർ. താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സാർ ഞാനിപ്പോ MNT ടെക്നോളജിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലിയാണ് സാർ. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ സാർ. തൽക്കാലം ഡോർ ടു ഡോർ ഡെലിവറിയാ. സാറ് MNTയിലൊരു എൻക്വയറി നടത്തിയില്ലായിരുന്നോ? ഇല്ലല്ലോ. അയ്യോ ഉണ്ട് സാർ. കഴിഞ്ഞ മാസം 10-ാം തീയതി വാക്യൂം ക്ലീനറിന്റെ കാര്യത്തിന് വേണ്ടി ഒരു എൻക്വയറി നടത്തിയില്ലായിരുന്നോ? പിന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടും സാർ റെസ്പോണ്ട് ചെയ്തില്ല. വിളിച്ചിരുന്നു. സാർ ഞാൻ വാക്യൂം ക്ലീനർ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. സാറിന് ഡെമോ ഓക്കെ ആണെങ്കിൽ അത് വാങ്ങാലോ സാർ. എൻ്റെ പൊന്ന് സാറേ, എൻ്റെ പഴയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പഴയ ജന്മം പോലെയാണ് സാർ. സാറേ അന്ന് ഞാൻ സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സാറിനോട് മാപ്പ് അപേക്ഷിക്കാം. സാറേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതിന്റെ പേരിൽ എന്നെ സാർ ശത്രുവായിട്ട് കാണരുത്. ഇവനിൽ ആ പഴയ ക്രിമിനൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോന്ന് അറിഞ്ഞേ പറ്റൂ. എന്താ നിങ്ങളുടെ വാക്യൂം ക്ലീനറിന്റെ പ്രത്യേകത? സർ വളരെ സൂക്ഷ്മമായ പൊടി പോലെ ഇത് വലിച്ചെടുക്കും സർ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു 4 ഇയർ വാറന്റി കൂടെ തരുന്നുണ്ട് സർ, റീപ്ലേസ്മെന്റ് ഉൾപ്പെടെ. എന്തും വലിച്ചെടുക്കോ? ആ എന്തും വലിച്ചെടുക്കും സർ. അപ്പൊ ഈ കിണറ്റിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? കുട്ടികൾ എന്തെങ്കിലും വിഴുങ്ങിയ അത് ഈ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് വലിച്ചെടുക്കാൻ പറ്റും. സാറേ സത്യത്തില് എനിക്കിപ്പോൾ ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചാണ് സാർ. സാറിപ്പം എന്നെ കളിയാക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സാറിന് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല സാർ.
താനിപ്പോ ഒരു കാര്യം ചെയ്യ, പുറത്ത് വെയിറ്റ് ചെയ്യ. എനിക്കിപ്പോ അല്പം തിരക്കുണ്ട്. ശരി സാർ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? വരട്ടെ, നോക്കാം. കല്യാണി, കം ഹിയർ. വരൂ. ഇതാരാ ഈ നോട്ട് എഴുതിയത്? ഞാനാ. ഇതെഴുതിയതാരാ? അത് ഞാനാ. എന്തിനാ കുട്ടി കള്ളം പറയുന്നത്? ഈ കയ്യക്ഷരം കല്യാണിയുടേതല്ല. ആരെ എഴുതി തന്നെന്ന് മര്യാദയ്ക്ക് പറ. കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ക്ലാസ്സിൽ കള്ളത്തരം കാണിച്ച എന്താ ശിക്ഷ എന്നറിയാലോ? എനിക്ക് സുഖമില്ലാത്തോണ്ട് അച്ഛൻ എഴുതി തന്നതാ. ഞാൻ ഇന്ന് അച്ഛനോട് തന്നെ ചോദിക്കട്ടെ, അച്ഛനാണോ മകളാണോ പഠിക്കാൻ വരുന്നേന്ന്? അച്ഛനെ വിളിക്കണ്ട. അവിടെ പോയിരിക്കെ. വിളിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.